എങ്ങനെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മൂവി ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. പിന്നെ ആക്ടിങ് വൈസ് എല്ലാവരും നല്ല ആക്ടിങ് വൈസ് ആയിരുന്നു. ഒരു ആദ്യമായിട്ട് കണ്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി അത്ര തന്നെ. മമ്മൂക്ക പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. എല്ലാവരും ഓക്കെ ആയിരുന്നു. താങ്ക് യു. നമുക്ക് ഇഷ്ടമാണ്. ഈ ഒരു പ്രായത്തിലുള്ള ഒരു ആക്ടിംഗ് സ്കില്ല് അടിപൊളിയാണ്. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? കൂടുതലായിട്ട് ഫസ്റ്റ് ടൈമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല എക്സ്പെക്ട് ചെയ്താണ് വന്നത്. നല്ല പടം, സൗണ്ട് ക്വാളിറ്റിയും ബാക്കി കാര്യം പറയും. പടത്തിനെ കുറിച്ച് പറയും. നല്ല പേടിച്ച് അത്രേ ഉള്ളൂ. നല്ല പടം, എല്ലാം നല്ല ക്യാരക്ടറും. പെർഫോമൻസ് ആരെയും ഒരുപാട് ഇഷ്ടപ്പെട്ടതില്? മമ്മൂട്ടി, അർജുൻ അശോകൻ ഒക്കെ നല്ല നന്നായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. ഞാൻ പ്രഭയുഗ കണ്ടത്, കൊള്ളായിരുന്നു. എന്തോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് അടിപൊളിയായിരുന്നു. മമ്മൂട്ടി അടിപൊളിയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കൊള്ളായിരുന്നു. ആദ്യത്തെ ഒരു അനുഭവമായിരിക്കുമല്ലോ. കൊള്ളായിരുന്നു. എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു സിനിമയിൽ? മമ്മൂട്ടിയുടെ ആ ഒരു എൻട്രി. മമ്മൂട്ടി കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആരുടെ? എന്തോ മമ്മൂട്ടി കഴിഞ്ഞാൽ പിന്നീട് ഇഷ്ടപ്പെട്ട ആരെയായിരുന്നു? അർജുൻ അശോകൻ, സിദ്ധാർത്ഥ്. അർജുൻ അശോകൻ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരിക്കും. ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ കൊള്ളായിരുന്നു. മമ്മൂട്ടി അടിപൊളിയായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ആരെയും ഇഷ്ടപ്പെട്ട? അർജുൻ അശോകനെയാണ് ഇഷ്ടപ്പെട്ടത്. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ഈ ക്യാമറ, ആർട്ട് വർക്ക്, സൗണ്ട് ഡിസൈനിങ്. സൗണ്ടൊക്കെ അടിപൊളി. നമ്മൾ പെട്ടെന്ന് പേടിക്കുകയൊക്കെ ചെയ്യും. അപ്പം പേടിച്ചായിരുന്നോ തിയേറ്ററിൽ? വലുതായിട്ട് പേടിച്ചില്ല, ഫ്രണ്ട്സൊക്കെ പേടിച്ചു. കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു. ആരെങ്കിലും പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ, എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ആയിരുന്നല്ലോ, അപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, കൊള്ളായിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ, ആർട്ട് വർക്ക്, പിന്നെ സൗണ്ട് ഡിസൈനിങ്, സൗണ്ടൊക്കെ എങ്ങനെയുണ്ട്? ആരെയും ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ ഒരു സിനിമയിൽ കൂടുതലായിട്ട്? നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ കൂടുതലുള്ള സിദ്ധാർത്ഥ് ഭരതൻ കൊള്ളാം. കണ്ടിറങ്ങിയപ്പോൾ എന്താണ് ഒരു ഫീൽ? നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോൾ പേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു?